നമസ്കാരം. എല്ലാ പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വിഷയം അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിനെ പറ്റിയാണ്. അബ്നോർമലായിട്ടുള്ള വജൈനൽ ബ്ലീഡിങ്, അതിനുള്ള കാരണങ്ങൾ, ആയുർവേദത്തിലുള്ള ചികിത്സയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. ഒ പി ഡിയിലേക്ക് പേഷ്യൻസ് വരുമ്പോൾ പലപ്പോഴും അവർ പറയുന്ന ഒരു കാര്യം, ഒന്നുകിൽ നമ്പർ ഓഫ് ഡേയ്സ് ബ്ലീഡിങ് സ്വാഭാവികമായുള്ള ദിവസത്തേക്കാൾ കൂടുതൽ ദിവസം ബ്ലീഡിങ് നിൽക്കുന്നു, അതല്ലെങ്കിൽ മണിക്കൂറിനിടവിട്ട് പാഡ് ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ, വോളിയം, ബ്ലീഡിങ്ങിൻ്റെ വോളിയം കൂടുന്നു, അളവ് കൂടുന്നു, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം അത് കാരണം, അതുപോലെ തന്നെ ഫ്രീക്വൻസിയിലുള്ള വ്യത്യാസം, ഇറഗുലാരിറ്റി, ഇങ്ങനെ ഉള്ള കംപ്ലയിൻസ് ഒക്കെ ആയിട്ടാണ് രോഗികൾ ഒ പി ഡിയിലേക്ക് വരുന്നത്. അത് മെനോപോസിന് ശേഷവും ബ്ലീഡിങ് കംപ്ലയിൻറ്റുമായിട്ട് രോഗികൾ ഒ പി ഡിയിൽ വരാറുണ്ട്. അപ്പോൾ ഈ ബ്ലീഡിങ്ങിൻ്റെ ഒരു പ്രധാന കാരണങ്ങളൊക്കെ പരിശോധിച്ചാൽ അത് യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, ഓവറി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവാം, അതേപോലെ തന്നെ യൂട്രസിന് പുറത്തുള്ള കാരണങ്ങൾ ഈ പറഞ്ഞ ബ്ലീഡിങ്ങിന് ഒരു പ്രധാന കാരണം തന്നെയാണ്, പ്രത്യേകിച്ച് ഇറഗുലറായിട്ടുള്ള ബ്ലീഡിങ്ങിന്. അപ്പം പോളിപ്പ്, യൂട്രൈൻ പോളിപ്പ് പോലുള്ള കണ്ടീഷൻസ്, അതല്ലെങ്കിൽ PCOS പോലുള്ള കണ്ടീഷൻസ്, ഫൈബ്രോയിഡ് പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഈ പറഞ്ഞ ബ്ലീഡിങ്ങിന് ഒരു പ്രധാന കാരണമാണ്. ഇപ്പോൾ ഒ പി ഡിയിലേക്ക് രോഗികൾ വരുമ്പോൾ ഇപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്, നടുവേദനയുണ്ട്, കൂടെ ഫ്രീക്വൻസി യൂറിനേഷൻ കൂടുതലാണ്, ഇങ്ങനെയുള്ള കംപ്ലയിൻസ് ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഫൈബ്രോയിഡ് പോലുള്ള കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ അമിതമായിട്ടുള്ള രോഗമുള്ള പേഷ്യൻസ് ആണെങ്കിൽ PCOSൻ്റെ പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത്. അതേപോലെ തന്നെ പീരീഡ്സിൻ്റെ സൈക്കിൾ ഡേയ്സിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ രോഗിയോട് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അതേപോലെ സ്കാനിങ് പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ബ്ലീഡിങ്ങിന്, ഹോർമോൺ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ. അതേപോലെ തന്നെ ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്ങുകൾ, ഇങ്ങനെ. അതേപോലെ തന്നെ കൊയാഗുലേറ്റർ ഫാക്ടേഴ്സ്, അതായത് എന്തെങ്കിലും ആൻറ്റി കൊയാഗുലൻ്റ് മരുന്നുകൾ പ്രത്യേകം എടുക്കുന്നുണ്ടെങ്കിൽ, ബ്ലഡിൻ്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ബ്ലഡിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് ഫാക്ടേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു ബ്ലഡ് വർക്കുകൾ, അതേപോലെ തന്നെ USG പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രധാനമായിട്ട് ഇനി കാർസിനോമ പോലുള്ള കണ്ടീഷൻസ്, സർവൈക്കൽ ക്യാൻസർ വല്ലതും എന്നുള്ള കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതിൽ എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഈ പറഞ്ഞ അബ്നോർമലായിട്ട് യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടാകുന്നതെന്നുള്ള വിശദമായി പരിശോധിച്ച് അതിനുശേഷം വേണം ചികിത്സ ആരംഭിക്കാനുള്ളത്. അപ്പം ആയുർവേദത്തിലും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉള്ള ചികിത്സാ വിധികളുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ PCOSലും അതേപോലെ തന്നെ ഫൈബ്രോയിഡിലും ഒക്കെ ചികിത്സകളെ പറ്റിയൊക്കെ മുൻ വീഡിയോകളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഈ പറഞ്ഞ അബ്നോർമലായിട്ടുള്ള ബ്ലീഡിങ്ങിന് ചികിത്സകളുണ്ട്. വിദഗ്ധരായ ആയുർവേദ ഡോക്ടേഴ്സിന് സമീപിച്ച് ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായി ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കി വേണം ചികിത്സിക്കേണ്ടത്. ഈ ഒരു അറിവിലേക്കാണ് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.